അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷേഖ് ഇഫായ് റളിയല്ലാഹു അൻഹുവിൻ്റെ 876 വഫാത്ത് ദിനമാണ് ഇന്ന്, അഥവാ ജുമാദുൽ ഊല 12. പ്രബല ചരിത്രപ്രകാരം ഹിജ്റ 670 അദ്ദേഹം ഈ ലോകം വിട്ട് പിരിയുന്നത്. അതിന് ഹേതുവായത് 1 മാസത്തോളം നീണ്ടുനിന്ന വയറ്റിലെ അതിസാരമായിരുന്നു. ഒരു ദിനം തന്നെ 30-ലേറെ തവണ വയറ്റിൽ നിന്ന് പോകുന്നു. ഒന്നും കഴിക്കാനാവുന്നില്ല. എന്നിട്ടും ഓരോ പ്രാവശ്യവും വൃത്തിയായ ശേഷം വുളൂ എടുക്കുകയും അതിൻ്റെ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി റളിയല്ലാഹു അൻഹു. രാത്രി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ധാന്യച്ചാക്ക് എടുത്ത് പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ പൊടിച്ചു വച്ചിരുന്ന പൊടി നൽകി നാടിൻ്റെ പരിധി കഴിയുന്നതുവരെ കൂടെ ചെന്നു. ഈ സ്വഭാവത്തിലും സഹനത്തിലും ആകൃഷ്ടനായ കള്ളൻ പിന്നീട് ശിഷ്യനായി മാറി. ജനങ്ങളുടെ വിഷമം അവിടുത്തെ വിഷമമായിരുന്നു. അവരുടെ സന്തോഷത്തിൽ അവിടുന്ന് പങ്കുചേർന്നിരുന്നു. ഇല്ലായ്മയിലും വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റ് അശരണരുടെയും വിധവകളുടെയും ആശ്രയമായി പ്രായഭേദമന്യേ സർവരോടുമുള്ള വിനയമായിരുന്നു. എത്ര ചെറിയവരെയും എന്നില്ല ആരെ കണ്ടാലും അഭിസംബോധനം ചെയ്യും. ബന്ധങ്ങൾ ചേർക്കുന്നതിലും തെറ്റുപറ്റിയവന് വിട്ടുവീഴ്ച ചെയ്യുന്നതിലും അവരുടെ കാരണങ്ങൾ സ്വീകരിക്കുന്നതിലും വലിയ മനസ്സ് കാണിച്ചു. അന്ധരുടെ കൈപിടിച്ചു നടക്കാൻ പ്രത്യേകം വഴിയിൽ കാത്തുനിന്നു. നാടിൻ്റെ വിദൂരതയിലാണെങ്കിലും രോഗികളെ പോയി കാണുകയും ദിവസങ്ങളോളം കൂടെ ചെലവഴിച്ച് ശുശ്രൂഷിക്കുകയും അവിടുത്തെ ചര്യയായിരുന്നു. അവിടുത്തെ സദസ്സിൽ ഒരിക്കലും ഭൗതിക സംസാരം ഉണ്ടായിരുന്നില്ല. സന്തോഷത്തിലും ദേഷ്യത്തിലും സത്യം മാത്രം. രാജാക്കന്മാരിലേക്ക് ഒരിക്കലും പരാതിയുമായി പോയിട്ടില്ല. വ്യത്യാസമില്ലാതെ എല്ലാവരോടും സഹവാസവും മുസാഫഹത്തും ചെയ്തു. എന്നാൽ തൻ്റെ സാധനങ്ങൾ ചുമന്ന് കൂടെ നടക്കാൻ ഒരാളെയും അനുവദിച്ചില്ല. സ്വയം അധ്വാനിച്ച് ഭക്ഷിക്കുക എന്നത് ശിഷ്യരെ പ്രത്യേകം ഉപദേശിച്ചു. ആത്മീയ ഔന്നിത്യത്തിന് ആവശ്യമായ സർവ്വവിധ വിനയവും അവിടത്തിലുണ്ടായിരുന്നു. അല്ലാഹുവിലേക്ക് ചെന്നെത്തുവാനുള്ള ഏറ്റവും അടുത്ത വഴി ഞാനൊന്നുമല്ലെന്ന ചിന്തയും പെരുമാറ്റവുമാണ് അവിടുന്ന് ഉപദേശിച്ചു. മനുഷ്യരുടെ അപ്പുറത്തേക്ക് മൃഗങ്ങളേക്ക് വരെ അവിടുത്തെ സ്നേഹം പരന്നുകയും കുഷ്ഠം പിടിച്ച് നാട്ടുകാർ ആട്ടിയിരുന്ന നാഴിയെ 40 ദിവസത്തോളം ടെൻ്റ് കെട്ടി ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തിയ ചരിത്രം പ്രസിദ്ധമാണ്. ജുമയുടെ സമയമായപ്പോൾ തൻ്റെ കമീസിൻ്റെ കയ്യിൽ ഉറങ്ങിപ്പോയ പൂച്ചക്കുഞ്ഞിനെ ഉണർത്താതെ പകരം ആ ഭാഗം മുറിച്ചു മാറ്റി നിസ്കാരം കഴിഞ്ഞുവന്ന് വീണ്ടും മുറിച്ച ഭാഗം വസ്ത്രത്തിലേക്ക് തുന്നിച്ചേർത്തു. വന്നിട്ട് ചരിത്രം നമ്മുടെ ചിന്തകൾക്കപ്പുറമുള്ള കരുതലാണ്. കൊതുക് കയ്യിൽ കുത്തി ചോര കുടിക്കുന്നത് കണ്ടപ്പോൾ കൈയെടുക്കാതെ വെക്കുകയും തദവസരം നീട്ടിപ്പിടിച്ച കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത പള്ളിയിലെ മുഅദ്ദിനോട് നിങ്ങളാ പാവത്തിൻ്റെ അന്നം തടഞ്ഞില്ലേ എന്ന് ചോദിച്ച ചരിത്രവും കാണാം. ആത്മീയ ഉന്നതിയുടെ കൊടുമുടി പുൽകുമ്പോഴും വിനയം കൊണ്ട് അവിടുത്തെ പാതാളത്തോളം താഴ്ന്നുകൊണ്ടിരുന്നു. ഒരവസരത്തിൽ റൗള സിയാറത്ത് തിരുനബി തിരുസഹസ്തം നീട്ടി മഹാനവർകൾ ചുംബിച്ച പ്രസിദ്ധ സംഭവശേഷം അവിടെ നിന്ന് നിലത്തു വീണു എന്നാണ്. തൻ്റെ സ്ഥാനം മനസ്സിലാക്കി തന്നെ ആദരവിൽ ഏറ്റാതിരിക്കാൻ മറ്റുള്ളവർ ചാടിക്കടന്നു പോകുന്ന വിധത്തിൽ ഹറം ഷരീഫിൻ്റെ വാതിലിക്കൽ കിടന്നു. വ്യാജാത്മീയ കച്ചവടക്കാർക്ക് മുന്നിൽ
നമുക്ക് ഇതൊക്കെ ഒരു തിരിച്ചറിയലാണ്. മഹാനവറുകളുടെ ധാരാളം കറാമത്തുകൾ നിരവധിയുണ്ട്, അനവധിയുണ്ട്. മഹാനവറുകളുടെ പൊരുത്തവും കുരുത്തവും ഒക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും മഹാനവറുകളോട് ഒന്നിച്ച് സ്വർഗത്തിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ മുസീബത്തുകളിൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.